ഇടക്കിടക്ക് പറയുന്നുണ്ടല്ലോ തട്ടി അകത്താക്കാമായിരുന്നില്ലേ. നിങ്ങൾ ഇനി അകത്താക്കും നിങ്ങൾ വിചാരിക്കണ്ടോ? ഈ കേസുമായിട്ട് നിങ്ങൾ എവിടെ പോകാനാണ്? എനിക്കൊരൊറ്റ ബോധ്യമുണ്ട്, ഞാൻ ഒരു അഴിമതി എന്ന് പറയുന്ന ഒരു സാധനം നടത്തിയിട്ടില്ല എന്നുള്ള ബോധ്യം. അതെല്ലായിടത്തോടും റഹീമെ, പിണറായി വിജയനല്ല, അതിനേക്കാൾ നിങ്ങൾക്ക് ഇത്രേ സാധിക്കുള്ളൂ. എന്നെക്കുറിച്ച് നിങ്ങൾ അന്വേഷിക്കാൻ തുടങ്ങിയിട്ടും പരിശോധിക്കാൻ തുടങ്ങിയിട്ടും ഒരുപാട് കാലമായി. നിങ്ങളുടെ മാക്സിമം പണിയാണ് ഒരു കേസ് ചാർജ് ചെയ്യൽ. അതിനപ്പുറമൊന്നും നിങ്ങൾ ആയിട്ടില്ല എന്ന് ഞാൻ ഉറപ്പിച്ചു പറയാം. അങ്ങനെ ജയിലിൽ തട്ടിയാക്കാനുള്ള കപ്പാസിറ്റി ഒന്നും നിങ്ങളുടെ പിണറായി വിജയൻ ഇല്ല എന്നുള്ളത് റഹീം ഒന്ന് മനസ്സിലാക്കണം. പക്ഷെ ഒരു കാര്യം നിങ്ങൾക്ക് ബോധ്യമായോ? CPM-കാരാ ആള് മാറിപ്പോയി എന്ന്. നിങ്ങൾക്ക് ആള് മാറിപ്പോയി എന്ന് പോലീസിനെ കാണുമ്പോ മുട്ടുപറച്ചിട്ട് കേന്ദ്രത്തിലെ ED വരുമ്പോ നിങ്ങൾ എന്താ കരുതിയത്? എന്നെ തൂക്കൂല, നിങ്ങൾക്കറിയാം. എന്നെ അങ്ങോട്ട് മൂക്കിലൊന്നും വലിക്കൂല, അതിനെ പറ്റിയ മൂക്കൊന്നും നിങ്ങൾക്ക് ഇല്ലാന്നും നിങ്ങൾക്കും അറിയാം, നാട്ടുകാർക്കും അറിയാം. പക്ഷെ നിങ്ങൾ വിചാരിച്ചതല്ല. പേടിച്ചു മിണ്ടാതിരിക്കും. എന്നോട് സുഹൃത്തുക്കളൊക്കെ പറഞ്ഞു, ഒന്ന് അടങ്ങ് ചങ്ങായി, എന്തിനാണ് ആരുടെ മുമ്പിലും ഈ ജാതി തെമ്മാടി കൂട്ടങ്ങളുടെ മുമ്പില് നാവ് തുറന്നിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നാവ് നമുക്ക്? ഇവന്റെ മുമ്പിലൊക്കെ ഇങ്ങനെ നേരെ നിന്നിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നടുപ്പുറത്ത് നട്ടല് എന്ന് നിങ്ങളൊന്ന് വിചാരിക്കുക. അങ്ങനെ തന്നെയാണ് നിന്നത്.